നിയമസഭാ തിരഞ്ഞെടുപ്പിലെ LDFന്റെയും UDFന്റെയും ഒക്കെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പത്രികാ പ്രകാശനം രാവിലെ 10 മണിക്ക് കോഴിക്കോട്ടെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടക്കും. UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് നടക്കുന്നത്. ഈ പരിപാടിയിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് പത്രിക പ്രകാശനം ചെയ്യുക. UDFന്റെ പ്രചാരണത്തിന് ശക്തി പകരാൻ പ്രിയങ്ക ഗാന്ധിയും ഇന്നിപ്പോൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് സരീഷ്, കൊച്ചിയിൽ നിന്ന് മനീഷ് ഏഷ മാത്യു, തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ഒപ്പം എന്നിവർ നമുക്കൊപ്പം തത്സമയം ചേരും. ആദ്യം സരീഷിലേക്ക് പോവുകയാണ്. ഇന്നത്തെ പ്രകടന പത്രികയായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിൽ നിന്നും ആദ്യം തുടങ്ങാം. സരീഷ്, ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഒരാഴ്ച പോലും ഇല്ല. പ്രചാരണമൊക്കെ അവസാന ലാപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥികളൊക്കെ പരസ്യ പ്രചാരണത്തിന്റെ ആ കൊടുമുടിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇടതു മുന്നണിയുടെ പ്രകടന പത്രിക വരുന്നു. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ വട്ടങ്ങളിലൊക്കെ പ്രകടന പത്രികയിൽ ഏറെക്കുറെ എല്ലാം പൂർത്തീകരിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം മുന്നണിക്കുണ്ട്, സർക്കാരിനുണ്ട്. അത് കൂടുതലും ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം അടുത്തൊരു പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, ഗുഡ് മോർണിംഗ്. സേതു പറഞ്ഞതുപോലെ ഇനി 7 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. അതിൽ 5 ദിവസം മാത്രമാണ് പരസ്യ പ്രചരണത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പ്രകടന പത്രിക പുറത്തിറക്കുക, അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ജനമനസ്സുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയായാണ് LDF കാണുന്നത്. എന്നാൽ വികസന തുടർച്ചയ്ക്ക് വോട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തി നേരത്തെ തന്നെ പല പ്രഖ്യാപനങ്ങളും പല ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൊക്കെ നടത്തിയിട്ടുണ്ട്. അതിന് തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് LDFന്റെ പ്രകടന പത്രിക കാണുന്നത്. അതിൽ പ്രധാനമായും ക്ഷേമ പെൻഷനുകൾ, കെ-റെയിൽ, കെ-ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരിക്കും പ്രധാനപ്പെട്ട ശ്രദ്ധ വരിക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ കെ-റെയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും പ്രകടന പത്രികയിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്തായാലും ക്ഷേമ പെൻഷൻ ഉയർത്തുക എന്നുള്ളത് പ്രധാന മോട്ടോയായി ഒരുപക്ഷെ LDF മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ തന്നെ UDF ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും എന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ളൊരു സംഖ്യയായിരിക്കും LDF മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം 600-ൽ നിന്ന് 2000-ലേക്ക് എത്തിക്കാൻ LDFന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്കാണ് UDF മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഖ്യ. ഒരുപക്ഷെ അതിൽ കൂടുതൽ സംഖ്യ ഉന്നയിക്കാനുള്ള അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടാനുള്ള ഒരു ശ്രമം LDFന്റെ ഭാഗത്തു നിന്നുണ്ടാവും. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയോളം നീണ്ട ചർച്ചകളുണ്ടായിരുന്നു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചില ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുകയും അത് കാര്യമായി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ ആകെ തുക എന്ന രീതിയിലായിരിക്കും LDFന്റെ പ്രകടന പത്രിക ഉണ്ടാവുക. അതിൽ പ്രധാനമായും ക്ഷേമ പെൻഷന് അപ്പുറത്തേക്ക് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാകും, കൂടുതൽ വീടുകളുണ്ടാകും. അതോടൊപ്പം തന്നെ വയനാടിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഊന്നലുണ്ടാകും. അതോടൊപ്പം തന്നെയാണ് ചില മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള വികസന പദ്ധതികൾ, പ്രത്യേകിച്ച് കുട്ടനാട് ഉൾപ്പെടെയുള്ള ഇടുക്കി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ പ്രകടന പത്രികയിൽ അവർക്ക് കൂടുതൽ പദ്ധതികൾ ഉണ്ടാകും, സമാശ്വാസ പാക്കേജുകൾ ഉണ്ടാകും എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പണം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇത്തവണ ആ മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതോടൊപ്പം തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി, UDF പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ചില പദ്ധതികൾ അത് ജനങ്ങളെ കൂടുതൽ സ്വാധീനിക്കുന്നതാണ്. അതിൽ പ്രധാനമാണ് ഈ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. ഒരുപക്ഷെ LDFന്റെ പ്രകടന പത്രികയിലും സമാനമായ ഒരു കാര്യം ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വയോജനങ്ങൾക്കും ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികളും അതോടൊപ്പം ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ പരിരക്ഷയുടെ അളവ് വർദ്ധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പ്രധാനമായും വികസന തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് LDFന്റെ പ്രകടന പത്രിക ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് ശരി. അപ്പം LDFന്റെ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചേക്കാവുന്ന കാര്യങ്ങളും ഇന്ന് എപ്പോഴായിരിക്കും പ്രകടന പത്രിക പ്രകാശനം ഒക്കെ പറയുകയായിരുന്നു സരീഷ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഈ UDFന്റെ കാര്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ മനീഷ് ഉണ്ട്. മനീഷെ, ഗുഡ് മോർണിംഗ്. ഈ LDFന്റെ പ്രകടന പത്രികയുടെ കാര്യങ്ങളാണ് ഇപ്പം സരീഷ് പറഞ്ഞുകൊണ്ടിരുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഗ്യാരണ്ടികളൊക്കെ പ്രഖ്യാപിക്കും. അപ്പം തീർച്ചയായും പ്രകടന പത്രികയിൽ ഗ്യാരണ്ടികളൊക്കെ ഇടപിടിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ?
സേതു, തീർച്ചയായും നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് UDF പ്രവർത്തിക്കുന്നത് തന്നെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളിലാണ്, 5 ഇന്ദിരാ ഗ്യാരണ്ടികളിലാണ്. അതിൽ ഏറ്റവും സുപ്രധാനമാണ് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നുള്ളതും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് എല്ലാ കുടുംബത്തിനും ലഭ്യമാക്കുമെന്നുള്ളതും സ്ത്രീകൾക്ക് പ്രതിമാസം നൽകുന്ന 2000 രൂപയും അതിനോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമുള്ള നിയമനിർമ്മാണമൊക്കെയാണ് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറയുന്ന 5 ഗ്യാരണ്ടികൾ. ഈ 5 ഗ്യാരണ്ടികളിൽ ഊന്നി തന്നെയായിരിക്കും കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഉണ്ടാകുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഈ KSRTCയുമായി ബന്ധപ്പെട്ടതാണ്. KSRTCയിലെ സൗജന്യ ബസ് യാത്ര നമുക്കറിയാവുന്നതാണ്. ഈ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം ഇത് വലിയ രീതിയിൽ കോൺഗ്രസ് UDF ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് സാധ്യമല്ല എന്നുള്ള തരത്തിലേക്ക് ഈ എതിർപാർട്ടികളുടെ ഭാഗത്ത് നടക്കുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അതാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അതിനോടൊപ്പം തന്നെ ആ ക്ഷേമ പെൻഷൻ 3000 ഉയർത്തും എന്നുള്ളതും ഒരു പ്രധാനമായി വരുന്നതാണ്. അതിനോടൊപ്പം തന്നെ വിവിധ മേഖലകളെ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക പ്രകടന, അതായത് പ്രത്യേക ആവശ്യങ്ങൾ, അത്തരത്തിലുള്ള പ്രകടന പത്രികയിലുള്ള വാഗ്ദാനങ്ങളും ഉണ്ടായേക്കും. പ്രത്യേകിച്ച് അത് മത്സ്യത്തൊഴിലാളി മേഖലയാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും ഒക്കെ തന്നെ അവിടേക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ഈ UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ 2021 സമാനമായ രീതിയിലാണ് UDFന്റെ ഭാഗത്തുനിന്ന് പ്രകടന പത്രിക ഉണ്ടായിരുന്നത്. അന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക സബ്സിഡിയും അതുപോലെ തന്നെ നെൽകർഷകർക്ക് അടക്കമുള്ള പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരുന്നുണ്ട്. അതിലൊക്കെ തന്നെ ഒരു ഏറ്റവും പുതുക്കിയ വേഷൻ, അതായത് 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തുകയിലടക്കം മാറ്റം വരുത്തി മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് നെൽകർഷകർക്ക് അടക്കമുള്ളവർക്ക് അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതടക്കമുള്ള പദ്ധതികൾ UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷ, അത് അസമിൽ പ്രഖ്യാപിച്ചതടക്കം അസമിൽ UDFന്റെ പ്രകടന പത്രികയിലടക്കം സ്ത്രീ സുരക്ഷയും അതുപോലെ തന്നെ ഈ 25 ലക്ഷം രൂപ വരുന്ന ആരോഗ്യ ഇൻഷുറൻസുമാണ് ഏറ്റവും സുപ്രധാനമായി അവർ പറയുന്നത്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു പദ്ധതികൾ കേരളത്തിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഈ 5 ഇന്ദിരാ ഗ്യാരണ്ടിക്ക് പുറമെ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതലായി വരിക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും നിലവിൽ 2021 കോൺഗ്രസ് UDF പ്രഖ്യാപിച്ച പദ്ധതികൾ നമ്മൾ പറയുന്ന പോലെ ഒരു ഭരണം ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ 10 വർഷമായി നടക്കാത്തൊരു കാര്യം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രകടന പത്രികയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ ഇനി കാത്തിരുന്നറിയണം. നമുക്ക് അറിയാവുന്ന പോലെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മനീഷ് പറഞ്ഞു 5 ഗ്യാരണ്ടിയൊക്കെ ഉണ്ട്, പെൻഷൻ അടക്കം പെൻഷൻ, അതേപോലെ റബ്ബർ കർഷകരുടെ കാശ് കൂട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്നോണം പൂർണ്ണ അർത്ഥത്തിൽ ആ പത്രികയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി പ്രചാരണത്തിന് വേണ്ടി രാഹുലിന് ശേഷം പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്ന ദിവസമാണ് ഇന്ന്. ചന്തു, ഗുഡ് മോർണിംഗ്. എപ്പോഴാകും പ്രിയങ്ക ഗാന്ധി എത്തുക? രാഹുൽ ഗാന്ധിയുടെ വരവ് ഈ UDFന് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഒരു ആത്മവിശ്വാസം അതൊട്ടും ചെറുതല്ല. മാത്രമല്ല അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളെ തുടർന്ന് പിന്നീട് ഒരു LDF UDF വാക്പോര് പോലും ഇവിടെ നടക്കുന്നുണ്ട്. പ്രിയങ്ക എത്തുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. പ്രിയങ്ക ഗാന്ധി ഇന്ന് രാവിലെ ചിറയൻകീഴ് മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമായും രാഹുൽ ഗാന്ധിക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നതോടെ കോൺഗ്രസ് ക്യാമ്പിന് കൂടുതൽ ആവേശവും ഊർജ്ജവും ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിന് തന്നെ വിലയിരുത്തൽ. നേരത്തെ സേതുലക്ഷ്മി തന്നെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി എത്തി വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഇടത് സർക്കാരിനെതിരെ നടത്തിയിരുന്നു. സമാനമായി തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ വരവും അത്തരത്തിൽ കോൺഗ്രസ് ക്യാമ്പുകളെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ഇടത് ക്യാമ്പുകൾ BJPക്കും എതിരെയുള്ള കടുത്ത തരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന ദിവസങ്ങളിൽ അവർക്ക് ആവേശം പകരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. നേരത്തെ തന്നെ ഈ താര പ്രചാരകരായിട്ടുള്ളവരെ കളത്തിലിറക്കി ഈ തെരഞ്ഞെടുപ്പ് പിടിക്കാനാണ് കൂടുതൽ കോൺഗ്രസും BJPയും ശ്രമിച്ചിരിക്കുന്നത്. BJPയുടെ ഭാഗത്തു നിന്ന് ദേവേന്ദ്ര ഫഡ്നാവിസ് അടക്കമുള്ളവർ ഉണ്ട് തലസ്ഥാനത്ത്. അപ്പോൾ പ്രധാനമായും താരപ്രചാരകർ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക്, അതിൻ്റെ പ്രചാരണത്തിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കൾ, കർഷകർ, യുവതികൾ ഒക്കെ ആയിട്ടൊന്നൊരു സംവാദ പരിപാടി നടത്തുന്നുണ്ട്. നരേന്ദ്രമോദി ആപ്ലിക്കേഷനിൽ കൂടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിൽ 4 ലക്ഷത്തോളം പേരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നരേന്ദ്രമോദിയുമായി ആശയവിനിമയം നടത്താൻ കഴിയുമെന്നും BJP അറിയിച്ചിട്ടുണ്ട്. കൂടാതെ 4-ാം തീയതി നരേന്ദ്രമോദി തലസ്ഥാനത്ത്
എത്തുന്നു. വലിയ തരത്തിലൊരു റോഡ് ഷോയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രിയങ്ക ഗാന്ധി ഇന്ന് വിവിധ പരിപാടികളിൽ ഇന്ന് തലസ്ഥാനത്ത് പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും താരപ്രചാരകർ കൂടി എത്തുന്നതോടുകൂടി കോൺഗ്രസും UDF-ഉം BJP-യും NDA-യും ഒക്കെ വളരെ ആവേശത്തിലാണ്. മാത്രമല്ല ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാന താരപ്രചാരകൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. മാത്രമല്ല പ്രകാശ് കാരാട്ടും, വൃന്ദ കാരാട്ടും, MA ബേബി അടക്കമുള്ള വലിയൊരു നേതൃനിരയും LDF-ന് വേണ്ടിയുണ്ട്. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തുടരുമ്പോൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് പ്രചാരണം എത്തുന്നു. ദേശീയ നേതാക്കളൊക്കെയും എത്തി പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. എല്ലാ മുന്നണികളൊക്കെ സംബന്ധിച്ച് ഇന്ന് വളരെ നിർണായകമാണ്. കാരണം നമുക്കറിയുന്ന പോലെ BJP-യുടെ പ്രകടന പത്രിക 2 ദിവസം മുന്നേ തന്നെ ഇറക്കിയിരുന്നു. ഇനി പ്രധാന പോരാട്ടം നടക്കുന്ന 2 മുന്നണികൾ LDF-ന്റെ UDF-ന്റെ പ്രകടന പത്രികകൾ ഇന്ന് പുറത്തിറങ്ങും. ഒപ്പം ദേശീയ നേതാക്കൾ 2 പാർട്ടികളുടെയും ദേശീയ നേതാക്കളൊക്കെയും ഇവിടെയുണ്ട്. ഇന്ന് പ്രിയങ്ക ഗാന്ധി വരുന്നു. അങ്ങനെ തിരഞ്ഞെടുപ്പുകളും ആകെ മൊത്തത്തിൽ വൻ കളറായി മാറിക്കൊണ്ടിരിക്കുന്ന സമയവുമാണ്.